Hello everyone, welcome to the new video. In this one I will be discussing few more examples related to DFT of sequences. Okay, so the first question is find the endpoint DFT of the following sequences. X of n equal to del of n and x of n equal to del of n minus n0. Okay. So, now this endpoint DFT is 4 point and 8 point and specific n is number general case. So, general equation, basic equation is function del of n is main. So, del of n is the sequence impulse sequence. So, del of n is okay, so n നമ്മൾ വരയ്ക്കുന്ന സീക്വൻസ് del of n ആണ്. അപ്പോൾ അതെങ്ങനെയായിരിക്കും 0 1 2 3 പോയിന്റ്സ് അതുപോലെ എന്ന് വിചാരിക്കാം -1 -2 ലെഫ്റ്റിലേക്ക് ഉണ്ടെങ്കിൽ del of n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് ഇമ്പൾസ് സീക്വൻസ് ആണ്. യൂണിറ്റ് ഇമ്പൾസ് സീക്വൻസ് വിത്ത് മാഗ്നിറ്റ്യൂഡ് ഓൺലി അറ്റ് ഒറിജിൻ ആൻഡ് ദാറ്റ് മാഗ്നിറ്റ്യൂഡ് ഈസ് ഗിവൺ ബൈ 1. സോ 1 എന്നുള്ളൊരു വാല്യൂ ഉണ്ട് എവിടെയാണ് ഒറിജിനിൽ മാത്രം. സോ del of n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ del of n ഈസ് ഈക്വൽ ടു 1 for n equal to 0. ബാക്കി എല്ലായിടത്തും എന്താണ് 0 ആണ്. അങ്ങനത്തെ ഒരു സീക്വൻസിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ del of n എന്ന് പറയുന്നത്. അപ്പോൾ del of n minus n0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? n0 എന്നുള്ളൊരു പോയിന്റിൽ മാത്രമാണ് അതിൻ്റെ എന്തുണ്ടായിരിക്കുള്ളൂ വാല്യൂ ഉണ്ടായിരിക്കുള്ളൂ. del of n minus n0 എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഷിഫ്റ്റഡ് ആയിട്ടുള്ള സീക്വൻസ് ആണ്. നമുക്കറിയാം ഡിലേഡ് സീക്വൻസ് ആണ് del of n minus n0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ അസ്യൂം ചെയ്യുക ഇതാണ് നമ്മുടെ n0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ ഇതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ വാല്യൂ ഉണ്ടാവുള്ളൂ. ആ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും 1 ആയിരിക്കും. ഇതാണ് നമ്മളുടെ del of n ഉം del of n minus n0. സോ ഇത്ര അറിയാമെങ്കിൽ നമുക്ക് ബാക്കി ചെയ്യാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അതിൻ്റെ ഇക്വേഷൻ അറിയാം, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അത്ര മാത്രമേ വരുന്നുള്ളൂ. സോ നമുക്കറിയാം കാണേണ്ടത് DFT ആണ്. DFT of x of n is given by x of k which is equal to sigma n is equal to 0 to n minus 1 x of n e raised to minus j 2 pi by n k into n, where k varies from 0 to what n minus 1. Okay, ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇതിൽ ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ എന്തിന് x of n പകരം. സോ x of n പകരം ഇവിടെ എന്ത് കൊടുക്കണം? del of n കൊടുക്കും. ബാക്കിയെല്ലാം സെയിം തന്നെ e raised to minus j 2 pi by n kn. സാധാരണ കേസിൽ നമ്മൾ ഈ ക്യാപിറ്റൽ n കൊടുക്കാം, പക്ഷെ ഇവിടെ ക്യാപിറ്റൽ n പോയിന്റ് DFT ആണ് കാണാൻ പറഞ്ഞിട്ട് അപ്പോൾ അതിലൊന്നും കൊടുക്കാനില്ല. ഇനി ജസ്റ്റ് നോക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ സിമ്പിളാണ്. നമ്മളിവിടെ x of k n പോയിന്റ് DFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n എണ്ണം ഇരുന്ന് കാണാനൊന്നും പറ്റില്ല, ജസ്റ്റ് ഒരു ജനറൽ ഫോർമാറ്റിന് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവിടുത്തെ കേസിൽ നമുക്ക് അറിയാം എന്താ ഈ ഒരു സമ്മേഷൻ ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ ആ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ഈ del of n വാല്യൂസ് ഇട്ട് കൊടുക്കാനാണ് n വാല്യൂസ് ആണ് വരുന്നത്. അപ്പോൾ del of 0 വരും, del of 1 വരും, del of 2 വരും, del of 3 വരും. നമുക്കറിയാം ആകെ എവിടെ മാത്രമാണ് ഡെല്ലിന് വാല്യൂ ഉള്ളൂ, 0യിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരൊറ്റ പോയിന്റ് മാത്രമാണ് ഇവിടെ വരുള്ളൂ. n ഈക്വൽ ടു എന്ത് കൊടുക്കുന്ന വാല്യൂ? 0 കൊടുക്കുന്ന വാല്യൂ. അപ്പോൾ ഇത് ഈക്വൽ ടു എന്താണ് വരാൻ പോകുന്നത്? del of 0 എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് അറിയാം, ഇൻറ്റു e raised to എന്ത് വരും? 0 വരും, 1 വരും. സോ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക? 1. സോ ഫസ്റ്റത്തെ ആൻസർ വരുന്നത് 1 ആണ്. കാരണം del of n എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഇമ്പൾസ് സീക്വൻസ് വിത്ത് മാഗ്നിറ്റ്യൂഡ് 1 ഓൺലി അറ്റ് ദ ഒറിജിൻ. ഇനി അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കേസിലേക്ക് വരാം. സോ രണ്ടാമത്തെ കേസും സിമ്പിൾ തന്നെയാണ്. നമുക്ക് ആ ഒരു ഇത് ഓൾറെഡി വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് രണ്ടാമത്തെ കാണാൻ വലിയ ബുദ്ധിമുട്ടില്ല. സോ ഈ കേസിൽ x of k ഈസ് ഈക്വൽ ടു സെയിം ഇക്വേഷൻ തന്നെ, സിഗ്മ n ഈസ് ഈക്വൽ ടു 0 ടു n മൈനസ് 1 x of n e raised to minus j 2 pi by n kn. കെയുടെ വാരിയേഷൻ സെയിം തന്നെ 0 1 അപ് ടു ഏത് വരെ പോവും? n മൈനസ് 1 വരെ. ഓക്കെ, ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്താണ്? del of n minus 1 കൊടുക്കണം എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. del of n minus 1 e raised to minus j 2 pi by n kn. സോ അത് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കേസിൽ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ del of n minus n0. ഓക്കെ, അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഷിഫ്റ്റഡ് സീക്വൻസ് ആണ്. ഏത് പോയിന്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ? n ഈക്വൽ ടു n0യിൽ മാത്രമാണ് എന്തുള്ളൂ ഇതിന് വാല്യൂ ഉള്ളൂ. അതായത് നമുക്കറിയാം എന്താ പറയുക del of n minus n0 is equal to 1 when n is equal to n0, equal to 0 when n not equal to n0. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ 0യുമാണ്. അപ്പോൾ ജസ്റ്റ് എന്നിന് എന്തിട്ട് കൊടുക്കുക? എന്നിന് എന്തിട്ട് കൊടുക്കുക? n0 എന്ന് ഇട്ട് കൊടുക്കുക. അത്ര മാത്രമാണ് ഇവിടെ ചെയ്യാനുള്ളൂ. ഇതിൻ്റെ വാല്യൂ എന്ത് വരും? 1. സോ 1 ഇൻറ്റു ഇതിൽ തന്നെ n0 എന്ന് ഇട്ട് കൊടുക്കുക. e raised to minus j
2π/n ഇൻറ്റു k ഇൻറ്റു എന്ന് വരും n0 എന്ന് വരും. ഇതാണ് നമ്മളുടെ ഇവിടുത്തെ എന്ത് വരാൻ പോകുന്നത്, ആൻസർ വരാൻ പോകുന്നത്. സോ e⁻j2πkn(n0). സോ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. സോ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്, കമ്പ്യൂട്ട് ദ എൻ പോയിന്റ് DFT ഓഫ് ദ സീക്വൻസ് x of n equal to a⁻n for 0 less than or equal to n less than or equal to n-1. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. a⁻n എന്നുള്ളതാണ് അവിടെ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ എൻ പോയിന്റ് DFT തന്നെ കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ ഫംഗ്ഷൻ ആയിട്ട് തന്നിട്ടില്ല, ജനറൽ ഇക്വേഷൻ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ ചെയ്യേണ്ട കാര്യം വരുന്നുള്ളൂ. സോ ദ x of k is given by sigma n equal to 0 to n-1 x of n e⁻j2π/n kn. നമ്മൾ സാധാരണ എഴുതുന്ന ഇക്വേഷൻ k varies from 0, 1, 2 up to n-1. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, x of n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ സിഗ്മ n is equal to 0 to n-1 a⁻n e⁻j2π/n into kn എന്ന് വരും. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു സമ്മേഷൻ ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് എന്തൊരു GP ആയിട്ടാണ് വരാൻ, ഒരു പ്രോഗ്രഷൻ ആയിട്ടാണ് വരാൻ പോകുന്നത്, അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആയിട്ട് AP ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇതിന് രണ്ടിനെയും കൂടിയിട്ട് കമ്പൈൻ ചെയ്യാം. അപ്പോൾ എങ്ങനെ എഴുതാം, സിഗ്മ n is equal to 0 to n-1, അവിടെ ഒന്നും മാറ്റമില്ല, a into e⁻j2π/n k ഹോൾ പവർ ആയിട്ട് ഞാൻ എന്തെടുത്തു, n-നെ എടുത്തു. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ലല്ലോ, n മൊത്തത്തിൻ്റെ പവർ ആയിട്ട് എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഒരു എന്തിൻ്റെ ഫോമിലാണ്, ഇപ്പോൾ ഏത് ഫോമാറ്റിലാണ് നിൽക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഒരു ജനറൽ ഫോർമാറ്റ് നമുക്കിപ്പോൾ ഇങ്ങനെ ഉദ്ദേശിക്കാം. സിഗ്മ n is equal to 0 to n-1, അതായത് n നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട് അതിൽ b⁻n. b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉള്ളിൽ നിൽക്കുന്ന സാധനമാണ് b എന്നുള്ള പോലെ വരുന്നത്. ഇതിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം എന്താ, b⁻n-1 ഡിവൈഡഡ് ബൈ b-1 ആണ്. കണ്ടീഷൻ ഉണ്ട് അവിടെ b നോട്ട് ഈക്വൽ ടു 1, കാരണം അല്ലെങ്കിൽ ഇത് 0/0 ഫോം ആവും. ഓക്കെ, ഈ ഒരു ഫോം ഇവിടെ അപ്ലൈ ചെയ്യാന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. സോ ബിക്ക് പകരം ഇതാണെന്ന് മാത്രം. സോ ദ ആൻസർ വിൽ ബി ദിസ് തിങ് ഹോൾ റേസ് ടു n-1. സോ a into e⁻j2π/n k whole raised to n-1 divided by a into e⁻j2π/n-1. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ഈ എന്താ പറയുക, ഇത് റേസ് ടു n ക്യാപിറ്റൽ N ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താവും, a⁻n ഇൻറ്റു ഈ ഇതിൽ ഒരു n-ഉം n-ഉം ക്യാൻസൽ ആയി പോകും, ഈ ഭാഗം മാത്രം എന്ത് വരും, j2π. അപ്പോൾ അതെന്തായി പറയും, 1 ആവും. സോ a⁻n-1 ഡിവൈഡഡ് ബൈ a⁻j2π/n ഇൻറ്റു k, ഇവിടെ k ഉണ്ട് കേട്ടോ, k-1. സോ ഇതാണ് നമ്മളുടെ എന്ത് വരിക, ആൻസർ വരിക. ഓക്കെ.